സുഹൃത്തുക്കളെ, ഇപ്പോൾ ഭയങ്കര രസമാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം എന്താ അറിയോ, ഒരു മുസ്ലിം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വൈറലാവും. എന്തോ വലിയ സംഭവമായിട്ട് മാറുകയാണ് ഇപ്പോൾ നബിദിനമൊക്കെ കഴിഞ്ഞ് നബിദിനത്തിന് ആരെങ്കിലും അമ്പല കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു കാവിത്തുണി എടുത്ത ആൾ എന്തെങ്കിലും പായസം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മിഠായി കൊടുത്താൽ പിന്നെ രണ്ട് മ്യൂസിക് ഇട്ട് കണ്ട ഒരു പാട്ടും പാടി മതേതരത്വം എന്ന് പറയേണ്ടതിന് സത്യം പറഞ്ഞാൽ മതേതരത്വം അപകടാവസ്ഥയിലാണ് എന്നാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. കാരണം ഇതൊക്കെ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതിന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒരു കാവ്യത്തുണി എടുത്ത ആൾ, ഒരു തൊപ്പിട്ട ആൾക്ക് ഒരു മുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്രചരണവും വൈറലും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പ്രചരിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അപകടാവസ്ഥയിലെത്തി. മതേതരത്വം എന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ്. കാരണം എന്താ പറയുക, പണ്ടൊന്നും ഇങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സംഭവമല്ല. രാവിലെ ചായ കുടിക്കുക, ഉച്ചയ്ക്ക് ചോറുന്നുക, അതേപോലുള്ള ഒരു സംഭവമായിട്ട് അതിനെ കണക്കാക്കിയിട്ടുള്ളൂ പണ്ട്. പക്ഷെ എന്താ പറയുക, ഇപ്പം ഇത് ഭയങ്കര സംഭവം, ഏറ്റവും കൂടുതൽ പ്രചരണവും ലഭിക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നാടിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയിലായി. കാരണം അത് ആ ഒരു ഗതികേട് കൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്. വർഗീയത എല്ലാവരുടെ ഉള്ളിലും കുറച്ചെങ്കിലൊക്കെ ഉണ്ട്, അതിൽ യാഥാർത്ഥ്യമാണ്. പുറത്തേക്ക് ഇങ്ങനെ കാണിക്കണില്ല എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉള്ളിലും വർഗീയതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസിന് ഭയങ്കരമായിട്ടുള്ള റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ടൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നതേ നമുക്കറിയില്ല. ഇപ്പോൾ ഏതെങ്കിലും തൊപ്പിട്ടിട്ടുള്ള ഒരാളെ, ഒരു കാവിത്തുണി എടുത്തിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും പായസമോ കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറലാണ്. നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ. എന്താ അവസ്ഥയൊക്കെ എത്തില്ലേ നമ്മളെ നാട്ടിൻ്റെ അവസ്ഥ. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നു എന്നാവോ.